ഹായ് കൂട്ടുകാരെ, ഇന്ന് സ്കൂളുള്ള ഒരു ദിവസമാണ്. ഞാൻ പതിവ് പോലെ എഴുന്നേറ്റപ്പോഴുള്ള കാഴ്ചകളൊക്കെയാണ്. അത് കഴിഞ്ഞ് നേരെ അടുക്കളയിലേക്ക് പോയി. മെയ് മാസത്തിൽ ഞാൻ ഉണക്കി പൊടിച്ച് വെച്ചിട്ടുള്ള അരിപ്പൊടിയുണ്ട്. പുഴുങ്ങലരിയും ഉണങ്ങലരിയും രണ്ടും കൂടെ സമാസമം എടുത്താണ് പൊടിച്ച് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റായിരിക്കും ഇടിയപ്പത്തിന്. അതുകൊണ്ട് തന്നെയാണ് പുട്ടും ഉണ്ടാക്കുന്നത്. നല്ല സ്മൂത്തായിട്ട് നമുക്ക് ഇടിയപ്പം പിഴിഞ്ഞെടുക്കാനും സാധിക്കും. ഞാൻ ഇടിയപ്പമൊക്കെ പിഴിഞ്ഞെടുത്തു. അടുപ്പത്താണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ ഓരോ തട്ടായിട്ട് ഞാൻ ഇടിയപ്പം ഉണ്ടാക്കാൻ തുടങ്ങി. കുറച്ച് വെണ്ടയ്ക്കയൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. എനിക്ക് സ്കൂളിലേക്ക് ഉപ്പേരി കൊണ്ടുപോകാനാണ്. ചോറും കറികളൊക്കെ സ്കൂളിൽ നിന്ന് കഴിക്കും. ഒരു ഉപ്പേരി ഞാൻ വീട്ടിൽ നിന്നും കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പിലാണ്. പിന്നെ ഞാൻ നേരെ ഉപ്പേരി വെക്കാൻ വേണ്ടി അരിമുളക് ഇറക്കാൻ പോയി. എൻ്റെ മധുരക്കിഴങ്ങ് തോട്ടത്തിൻ്റെ നടുക്കൊരു അരിമുളക് ചെടിയുണ്ട്. അതിൽ നിന്ന് മൂത്ത അരിമുളക് 4-5 പറിച്ചു. ഇനി ഇതും വെണ്ടയ്ക്കയും കൂടെ ഒരു ഉപ്പേരി വെക്കാനാണ് പോകുന്നത്. അങ്ങനെ ഞാൻ എൻ്റെ കോഴയ്ക്കയെയും മത്തനെയും നോക്കാൻ പോയി. അവർ തമ്മിൽ ചേരുന്നില്ല. ഒരാൾ കിഴക്കോട്ടും ഒരാൾ പടിഞ്ഞാട്ടുമാണ് പടരുന്നത്. പിന്നീട് ഞാൻ അടുക്കളയിലെത്തി. ഉപ്പേരി വെക്കാനുള്ള തയ്യാറെടുപ്പാണ്. നൂലുപ്പിട്ട് ഒന്ന് ആറിക്കോട്ടെ എന്ന് വെച്ചു. സവാള വെളിച്ചെണ്ണയിലേക്കിട്ട് മൂപ്പിച്ചെടുത്തു. അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ട് കൊടുത്തു. പാകത്തിന് ഉപ്പും കൂടി ഇടണം. വെണ്ടയ്ക്കയിൽ അധികം ഉപ്പ് പിടിക്കില്ല. അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം ഉപ്പിടാൻ. അതിനുശേഷം ഞാൻ തീ ഒന്ന് കുറച്ച ശേഷം ഉപ്പൊക്കെ ചേർത്ത് വെണ്ടയ്ക്കയും ചേർത്ത് കൊടുത്തു. ഇത് ശരിക്കും പറയുകയാണെങ്കിൽ വെള്ളം ഒഴിക്കാതെ ആവിയിൽ അങ്ങനെ വാട്ടിയെടുക്കണം. പക്ഷെ എനിക്ക് ടൈമില്ല, സ്കൂളിലേക്ക് പോകണ്ടേ. അപ്പം ഞാൻ ഉപ്പിട്ട ശേഷം ഒരു 1/2 ഗ്ലാസ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുത്തു. വെള്ളം ഒഴിച്ച് അടച്ച് വെണ്ടയ്ക്ക നല്ല പോലെ വേവണം, എങ്കിലേ ഉപ്പേരിക്ക് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ ഞാനൊന്ന് വഴറ്റി കൊടുത്ത് അടച്ച് വെച്ച് വേവിച്ച് വെണ്ടയ്ക്ക മാറ്റി വയ്ക്കാൻ പോവുകയാണ്. നൂലുപുട്ട് റെഡി ആയിട്ടുണ്ട്. ഇതാ കൊട്ടി വെച്ചു. നല്ല അടിപൊളി നൂലുപുട്ടാണ്. വെണ്ടയ്ക്ക ഉപ്പേരിയൊക്കെ ഞാൻ വാങ്ങി ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കുകയാണ്. ഇനി ഇതൊരു പാത്രത്തിലാക്കി ചോറ് കൊണ്ടുപോകണം. നല്ല ടേസ്റ്റാണ് ഈ വെണ്ടയ്ക്ക ഉപ്പേരി. എൻ്റെ കുട്ടികൾക്കൊക്കെ ഇത് ഇഷ്ടമാണ്. അതിനുശേഷം ഞാൻ കുറച്ച് നാളികേരം അരിമുളകിനൊപ്പം ചിരവിയെടുത്തു. ഇനി ഇത് സമ്മന്തി അരയ്ക്കാൻ പോവാണ്. വെള്ളച്ചട്ടണി, അതാണ് ഇതിൻ്റെ പേര്, വെള്ളച്ചട്ടണി. ഇത് നൂൽപുട്ടിന് നല്ല രസമാണ്. പാകത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അരിമുളകും നാളികേരവും മാത്രമാണ് അരയ്ക്കുന്നത്. എരിവ് പാകത്തിലാവണം. അതുപോലെ തന്നെ ഉപ്പും പാകത്തിലിടണം, എങ്കിലേ ഈ ചട്നിക്ക് ടേസ്റ്റുള്ളൂ. വല്ലാതെ കുറുങ്ങാൻ പാടില്ല. ഇത്തിരി വെള്ളം പോലെ വേണം. കറുവേപ്പില ഇഷ്ടം പോലെ തൊടിയിലുണ്ട്. കുറച്ച് പറിച്ചു കൊണ്ടുവന്നു. കറുവേപ്പിലയും കടുകും വറുത്ത് ഈ വെള്ള ചട്നിയിലേക്ക് ചേർത്ത് കൊടുത്തു. അപ്പോൾ നൂലുപുട്ടും വെള്ള ചട്നിയുമാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അങ്ങനെ ഞാൻ കുളിച്ച് വന്ന് നൂലുപുട്ടൊക്കെ എടുത്ത് കഴിച്ചു. വീട്ടിലുള്ളവരൊക്കെ കഴിച്ചു. നല്ല ടേസ്റ്റുള്ള ഇടിയപ്പമാണ്. വെറും പച്ചരി അല്ലാത്തത് കൊണ്ട് തന്നെ നല്ല രുചിയാണ് ഇതിന്. പിന്നീട് ഞാൻ സ്കൂളിലേക്ക് പോകാനുള്ള ബാഗൊക്കെ തയ്യാറാക്കി എൻ്റെ സ്കൂട്ടിയുടെ താക്കോലൊക്കെ എടുത്ത് സ്കൂളെത്തി. കുട്ടികളെല്ലാം മഴ കാണുകയാണ് രാവിലെ. നല്ല സ്കൂൾ വിട്ട് ഞാൻ കോട്ടപ്പള്ളി എത്തി, എടത്തനാട്ടുകര. അവിടെ നോബിൾ ബുക്ക് സ്റ്റാളിൽ കയറി കുറച്ച് കഥാപുസ്തകങ്ങൾ വാങ്ങേണ്ടതുണ്ട്. അടുത്ത് തന്നെയാണ് സ്റ്റാറ്റസ് മാളും, എടത്തനാട്ടുകരയുടെ സുന്ദരിയായ മാൾ. മനോഹരമായ പൂന്തോട്ടമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഫ്രണ്ടിൽ. അവിടെ ഞാൻ എൻ്റെ സ്കൂട്ടി പാർക്ക് ചെയ്തു. ഹയാസ് ഗോൾഡൻ ഡയമണ്ട് ജ്വല്ലറിയും ഒക്കെയുള്ള സ്റ്റാറ്റസ് മാള്. പുസ്തകങ്ങളൊക്കെ ഞാൻ സെലക്ട് ചെയ്തു. ഒക്കെ കഥാപുസ്തകങ്ങളാണ് കുട്ടികൾക്കുള്ളത്. നേരെ സ്റ്റാറ്റസ് മാളിലേക്ക് കയറി. വിജയ ചേച്ചി അവിടെ നിൽപ്പുണ്ട്. നമ്മുടെ പ്രിയ സുഹൃത്താണ്. ചേച്ചി എന്നെ കണ്ടപ്പോൾ നല്ല സന്തോഷമായി. ബിഗ് സി ഹൈപ്പർ മാർക്കറ്റിലേക്കാണ് ഞാൻ കടന്നു ചെന്നത്. ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട്. ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഒരൊറ്റ കടയിൽ നിന്ന് നമുക്ക് വാങ്ങാൻ പറ്റും. ഞാൻ സാധാരണ വീരാൻകുട്ടിയാക്കട കടയിൽ നിന്നാണ് വാങ്ങാറ്. ഇന്ന് ഞാൻ വിജയ ചേച്ചിയെ കണ്ടപ്പോൾ അവിടെ കയറിയതാണ്. എന്തായാലും ഞാനൊന്ന് നോക്കി കാണാമെന്ന് വിചാരിച്ചു. എനിക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങാനായി അവിടുത്തെ കുട്ടി എനിക്കൊരു കൊട്ട തന്നു. അപ്പോൾ ദീദിയുടെ ഡെയിലി ഉപയോഗിക്കേണ്ട ഒരു ഷാമ്പു ആദ്യം തന്നെ
വാങ്ങി. മൈസൂർ സാൻഡൽ സോപ്പ് കൂടി 2 വാങ്ങി. കുറച്ച് സോപ്പൊക്കെ വീട്ടിലിരിപ്പുണ്ട്. ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാൻ എന്ത് ഭംഗിയാണെന്നോ. അപ്പോൾ ഞാൻ വാഷിംഗ് മെഷീനിൽ ഉപയോഗിക്കുന്ന ഏരിയലിൻ്റെ ഒരു പാക്ക് വാങ്ങി. അതിനുശേഷം ബാക്കിയുള്ള കമ്പനിയുടെ ഐറ്റംസൊക്കെ ഒന്ന് കണ്ട് നടന്നു. പിന്നെ ഞാൻ ബാർ സോപ്പാണ് വാങ്ങിയത്. എല്ലാം ഒന്നും കഴിഞ്ഞിട്ടില്ല വീട്ടിലെ സാധനങ്ങൾ, അതുകൊണ്ട് കുറച്ചാണ് വാങ്ങിയത്. അപ്പോൾ 2 ബാർ വാങ്ങിയിട്ടുണ്ടത്. പിന്നെ ഞാൻ ടോയ്ലറ്റ് ക്ലീനർ തിരഞ്ഞ് ഹാർപ്പിക്കിൻ്റെ അടുത്ത് തന്നെ എത്തി. അപ്പോൾ ഹാർപ്പിക്കിൻ്റെ ഒരു കുപ്പി എടുത്തു. നല്ല ഹൈറ്റിലാണ് വെച്ചിരിക്കുന്നത്. ഞാനൊന്ന് എത്തി എടുത്തു. പിന്നെ കട മൊത്തം ഒന്ന് ചുറ്റിക്കാണാമെന്ന് കരുതി ഡെറ്റോൾ കൂടെ ഒന്ന് എടുത്തു. വയസ്സായ ആളുകളൊക്കെ വീട്ടിലുള്ളതുകൊണ്ട് ഡെറ്റോൾ ആവശ്യമാണ്. അപ്പോൾ ഡെറ്റോൾ കൂടി ഒരു നല്ല ബോട്ടിൽ, ഒരു നീല കളറിലുള്ള കളർ ബോട്ടിൽ തന്നെ എടുത്തു. പിന്നീട് ഞാൻ ചെന്നത് ഇതാ ഫ്ലോർ ക്ലീനറാണ് എടുത്തത്. അത് കൂടെ എടുത്തു. അതിനുശേഷം ഞാനിങ്ങനെ പാഡുകളൊക്കെ, സാനിറ്ററി പാഡുകളൊക്കെ വൃത്തിയായി അടുക്കി വെച്ചിട്ടുള്ളതിൻ്റെ ഒരു ചന്തമൊക്കെ ഒന്ന് ആസ്വദിച്ചു. ഹോ, എന്താ ഭംഗി. അങ്ങനെ ഞാൻ അവിടെ നിന്നും പൂജാ സാധനങ്ങളുടെ അടുത്തേക്ക് പോയി. ചന്ദനത്തിരിയുടെ ഒരാവശ്യമുണ്ട്. നല്ലെണ്ണ, കർപ്പൂരം, ചന്ദനത്തിരി, തീപ്പെട്ടി എന്ന് വേണ്ട പൂജാമുറിയിലേക്കുള്ള എല്ലാം ഒരു സെക്ഷനിൽ ഇങ്ങനെ ഭംഗിയായി അടുക്കി വെച്ചിട്ടുണ്ട്, തിരി അടക്കം. അപ്പം ഞാൻ ചന്ദനത്തിരി വാങ്ങാനാണ് തീരുമാനിച്ചത്. അപ്പോൾ നല്ലൊരെണ്ണം തിരഞ്ഞ് നല്ല മണമുള്ള ഫ്ലോറയുടെ ഒരു ചന്ദനത്തിരി കൂടെ വാങ്ങി. ഇവിടെ കുട്ടികൾക്കുള്ള ഐറ്റമാണ്. ജനിച്ച കുട്ടിക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഈ ഒരു സെക്ഷനിലുണ്ട്. നവജാത ശിശുക്കൾക്കായി ഒരു സെക്ഷൻ. നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാനും അത് ഉപയോഗിക്കാം. അതിനുശേഷം അച്ചാറുകൾ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. ഞാൻ മെയ് മാസത്തിൽ കുറേ അച്ചാറൊക്കെ ഇട്ട് വെച്ചു, അതൊക്കെ തീർന്നുപോയി. അപ്പോൾ ടെൻഡർ മാംഗോൻ്റെ ഒരു അച്ചാറാണ് വാങ്ങിയത്. അതെനിക്ക് നല്ലൊരു ഇഷ്ടമുള്ള ഒരു അച്ചാറാണ്. അത് വെളുത്ത ഗോമാങ്ങ കൊണ്ടാണ് ഉണ്ടാക്കാറ്. അതുകൊണ്ടാണ് എനിക്ക് അതിനോട് അത്രയ്ക്ക് താല്പര്യം. അതുകൊണ്ട് തന്നെ ഞാൻ ആ മാങ്ങയാണ് എടുത്തത്. ഇതൊക്കെ ഒരു ജാമിൻ്റെ സെക്ഷനാണ്. ഞാൻ ജാം അധികവും ഉപയോഗിക്കാറില്ല, എനിക്കത് ഇഷ്ടമല്ല. പിന്നീട് പോയത് ബർത്ത്ഡേ സെക്ഷനിലേക്കാണ്. ബർത്ത്ഡേ ആഘോഷിക്കണമെങ്കിൽ ഇവിടെ വന്നാൽ മതി. ഇഷ്ടം പോലെ ഗിഫ്റ്റുകളും ഉണ്ട്, അതിനുള്ള സാധനങ്ങളും ഉണ്ട്. പിന്നീട് സ്മാൾ മില്ലറ്റ്സിൻ്റെ അടുത്തേക്ക് പോയി. ചെറുധാന്യങ്ങളാണ് ഒക്കെ അടുക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ റാഗിയും ചാമയും മില്ലറ്റുകളെല്ലാം ഉണ്ട്. അതിന് മുകളിൽ കോണിൻ്റെ ഐറ്റംസും ഉണ്ട്. അപ്പം ഞാൻ അതൊന്നും വാങ്ങിയില്ല. എനിക്ക് റാഗി ഒക്കെ വീട്ടിലുണ്ട്, വാങ്ങിയതിരിപ്പുണ്ട്. അപ്പം ഞാൻ അതൊന്നും വാങ്ങാതെ നേരെ മാളൊക്കൊന്ന് എത്തി നോക്കി. എന്തൊരു വൃത്തിയാണെന്നോ മാളിൻ്റെ ഉള്ളിൽ. ജോലിക്കാരൊക്കെ എല്ലാവരുമുണ്ട്. വർക്കിംഗ് ഡേ ആയതുകൊണ്ട് വലിയ തിരക്കില്ല. ഞാൻ അമൂല്യയുടെ ഒരു പാൽപ്പൊടി എടുത്തു. ശനി ഞായറൊക്കെ നല്ല തിരക്കാണ് കടയിൽ. പാൽപ്പൊടി എടുത്ത ശേഷം ഞാൻ കോഫി പൗഡർ വാങ്ങണമെന്ന് വിചാരിച്ച് ആ സെക്ഷനിലേക്ക് പോയി. ചായയും കോഫിയൊക്കെ ഇവിടെ ഉണ്ട്. അങ്ങനെ തിരഞ്ഞ് എനിക്കിഷ്ടമുള്ള ഒരാളെ തന്നെ കിട്ടി. ബ്രൂ. ഈ കോഫിയാണ് എൻ്റെ മക്കൾക്കിഷ്ടം. അപ്പം ഞാൻ അതും വാങ്ങി. അതിനുശേഷം പൊടികളുടെ സെക്ഷനിലേക്ക് പോയി. എന്തോ ഒരു പൊടികളാർന്നോ. അങ്ങനെ ഞാൻ മല്ലിപ്പൊടി എടുത്തു. മഴയല്ലേ, മല്ലിയൊക്കെ കഴിഞ്ഞു. മുളകും മല്ലിയൊക്കെ വേനൽക്കാലത്താണ് പൊടിക്കാറ്, ഇപ്പോൾ ഒക്കെ കഴിഞ്ഞു പോയി. ചിക്കൻ പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ ചിക്കൻ കറിക്ക് വേണമല്ലോ. അപ്പോൾ കുട്ടികൾക്ക് അധികവും ചിക്കൻ കറിയാണ് ഇഷ്ടം. അതുകൊണ്ട് തന്നെ ആ പൊടികളൊക്കെ ഞാൻ വാങ്ങി വെച്ചു. അവർക്ക് അതിൻ്റെ മണമൊക്കെ ഒന്ന് വേണം കറികളിൽ. അവർക്ക് നാടൻ കറികളെക്കാളും ഇഷ്ടം അങ്ങനത്തെ കറികളൊക്കെയാണ്. മോഡേൺ കുട്ടികളല്ലേ,
അപ്പോൾ അതൊക്കെ ഒന്ന് വാങ്ങി അതിന് ശേഷം ഇടിയപ്പപ്പൊടി, പത്തിരിപ്പൊടി, അങ്ങനെ പല പല പൊടികളുള്ള സെക്ഷനാണ് അടുത്തത്. അപ്പോൾ ഗോതമ്പ് പൊടിയുണ്ട്, പുട്ടുപൊടിയുണ്ട്, ഇടിയപ്പപ്പൊടിയൊക്കെ എൻ്റെ വീട്ടിലുണ്ട്, പൊടിച്ചു വെച്ചതുണ്ട്. അപ്പം ഞാനതൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് അങ്ങനെ പോയി. ആഹാ, ആശീർവാദിൻ്റെ പൊടിയൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോഴാണ് ചമ്പാ പുട്ടുപൊടി കണ്ണിൽപ്പെട്ടത്. ഉടനെ വാങ്ങി. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്, ചമ്പാവരിയുടെ പുട്ട്. അതൊരു പ്രത്യേക കളറാണ് കേട്ടോ. അപ്പം അങ്ങനെ ആളുകളൊക്കെ വന്നു തുടങ്ങി. ബജ്ജിയും ബോണ്ടയും ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന മാവ്, അതുപോലെ ധാരാളം പൊടികൾ പിന്നെയും ഞാൻ കണ്ടു. ഹോർലിക്സ്, ബൂസ്റ്റ് ഒക്കെ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുകയാണ്. അതിൽ നിന്ന് ഞാനൊരു ഹോർലിക്സിൻ്റെ ബോട്ടിലെടുത്തു. പിന്നീട് നേരെ പോയത് ബിസ്ക്കറ്റുകളുടെ സെക്ഷനിലേക്കാണ്. വളരെയധികം ബ്രാൻഡിലുള്ള ബിസ്ക്കറ്റുകളൊക്കെ അവിടെ കണ്ടു. ഞാൻ പഠിപ്പിച്ച കുട്ടിയുടെ ചേച്ചിയെ കണ്ടു, പരിചയപ്പെട്ടു. എൻ്റെ 2ാം ക്ലാസ് കുട്ടിയായിരുന്ന ഇർഷാദിൻ്റെ ചേച്ചിയെ ഞാൻ പരിചയപ്പെട്ടു. അപ്പോൾ അവൻ്റെ ഓർമ്മകളൊക്കെ ഒന്ന് അയവിറക്കി. അവനിപ്പോൾ ജീവിച്ചിരിപ്പില്ല. സങ്കടം വന്നു എനിക്ക്. ഞാനങ്ങനെ അവിടെ നിന്ന് പെട്ടെന്ന് മറ്റൊരു സെക്ഷനിലേക്ക് പോയി. അവിടെ ദാ ഇരിപ്പുണ്ട് ഒരു പെട്ടിയും അതിൻ്റെ ഉള്ളിലൊരു സോപ്പ് പൊടി കവറും. അപ്പം ഞാനതെടുത്ത് എൻ്റെ കുട്ടയിൽ വെച്ചു. ആ പെട്ടിയുടെ ചന്തം കണ്ടപ്പോൾ എനിക്കത് വാങ്ങണമെന്ന് തോന്നി. സോപ്പ് പൊടിക്ക് വേണ്ടിയല്ല കേട്ടോ കുട്ട വാങ്ങിയത്, കുട്ടയുടെ ഭംഗി കണ്ടിട്ടാണ് അത് വാങ്ങിയത്. ആ ബോക്സിൻ്റെ എന്തൊരു ഭംഗിയിലാണ് ഈ സോപ്പൊക്കെ അടുക്കി വെച്ചിരിക്കുന്നത് നോക്കൂ. അപ്പം ഞാൻ അതിൻ്റെ മുകളിൽ നിന്നും ഒരെണ്ണം കൂടി എടുത്തു. ഇത് നല്ല വിലയുള്ള ഒരു സോപ്പാണ്. അങ്ങനെ ഞാൻ പടികളൊക്കെ കയറി മുകളിലേക്ക് പോവുകയാണ്. 2 സെക്ഷനിലേക്കായിട്ട് മാളങ്ങനെ പിരിയുകയാണ്. അപ്പോൾ മാളിനെ മൊത്തമൊന്ന് നോക്കി നേരെ മുകളിലോട്ട് പോകാനുള്ള പുറപ്പാടിലാണ് ഞാൻ. അപ്പോൾ ഐസ്ക്രീം കണ്ടപ്പോൾ തിന്നണമെന്നൊക്കെയുണ്ട്, പക്ഷേ മഴയല്ലേ, അപ്പം ഞാൻ വേണ്ടാന്ന് വെച്ചു. പലതരത്തിലുള്ള അരികളുണ്ട്, വില കൂടിയതും വില കുറഞ്ഞതുമൊക്കെ ഉണ്ട്. പച്ചക്കറികളും എല്ലാം ഉണ്ട്. നല്ല ഫ്രഷ് പച്ചക്കറികളാണ്. അപ്പോൾ ഞാൻ പച്ചക്കറിയൊക്കെ വാങ്ങിയതുണ്ട്. പിന്നെ കുറേ പച്ചക്കറികളൊക്കെ എൻ്റെ വീട്ടിലുണ്ടാക്കിയതുമുണ്ട്. അതുകൊണ്ട് ഞാൻ അതൊന്നും വാങ്ങാൻ പോയില്ല. 2 ദിവസം മുമ്പ് വാങ്ങിയതേ ഉള്ളൂ. എന്നാലും എല്ലാതും ഒന്ന് നോക്കി. പഴങ്ങളൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ. നട്ട്സ് ഇഷ്ടം പോലെയുണ്ട്. നല്ല ഫ്രഷായ നട്ട്സാണ്. അതൊക്കെ ഒന്ന് പോയി നോക്കി. അതും വീട്ടിലുള്ളത് കൊണ്ട് വാങ്ങിയില്ല. പിന്നെ ഓരോരോ പാത്രങ്ങളിൽ ഇങ്ങനെ പരിപ്പുകളൊക്കെ അടുക്കി വെച്ചിട്ടുണ്ട്. എല്ലാ തരം പരിപ്പുകളും പല കളറിൽ ഉള്ള പരിപ്പുകളും ഒക്കെ ഉണ്ട്. ഉഴുന്നും തുവരപ്പരിപ്പും ഒക്കെ ഇങ്ങനെ കൊണ്ടാട്ടങ്ങളൊക്കെ കവറുകളിലാക്കി തൂക്കി തൂക്കി വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് അത് കാണാൻ. അതുപോലെ അടുക്കളയ്ക്ക് വേണ്ട സാധനങ്ങൾ, ഏകദേശ സാധനങ്ങളും അവിടെയുണ്ട്. നെയ്യൊക്കെ എന്തുമാത്രമാണ് നോക്കൂ അടുക്കി വെച്ചിരിക്കണം. കായം, നെയ്യ്, വിനാഗിരി, പഞ്ചസാര എന്ന് വേണ്ട എല്ലാ സാധനങ്ങളും ആ സെക്ഷനിൽ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നു. പായസമൊക്കെ നമുക്ക് ഓണമാകുമ്പോൾ പായസമൊക്കെ വെക്കാൻ വേണ്ടി പായസ കിറ്റുകളും ഇടയ്ക്കിടയ്ക്ക് കാണാം. പിന്നെ ഇതെല്ലാം ധാന്യങ്ങളാണ്. കടല, ഉഴുന്ന്, ഗ്രീൻ പീസ്, മുതിര തുടങ്ങിയ ധാന്യങ്ങളും പൊട്ടുകടല വരെയുള്ള ധാന്യങ്ങളും ഇങ്ങനെ കവറിലാക്കി അടുക്കി വെച്ചിരിക്കുന്നു. അപ്പോൾ ഞാനതൊക്കെ വാങ്ങിയതിരിപ്പുണ്ട്. അതും ഞാൻ പിന്നീട് വാങ്ങാമെന്ന് വിചാരിച്ചു. പഞ്ചസാര വാങ്ങണമെന്നുണ്ട്, പക്ഷേ പിന്നീട് വാങ്ങാമെന്ന് കരുതി ഞാൻ അവിടെ നിന്നും വന്നു. പിന്നീട് അടുക്കളയിലേക്ക് വേണ്ട സാധനങ്ങളാണ്. എന്തുമാത്രം സാധനങ്ങളാണ്. ഇങ്ങനെ ചട്ടുകങ്ങളും തവികൾ ഇഷ്ടം പോലെ ഉണ്ട്. പാനുകളും സ്പൂണുകളും എന്നു വേണ്ട അടുക്കളയിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ആ സെക്ഷനിൽ എനിക്ക് കാണാൻ പറ്റി. അങ്ങനെ അവിടെ നിന്നും നേരെ പോയപ്പോഴാണ് കുറേ പൂച്ചെടികളെ കണ്ടത്. ജീവനില്ലാത്ത പൂച്ചെടികൾ. പക്ഷെ എന്തു ഭംഗിയാണ് അവയ്ക്ക്. അപ്പോഴാണ് എൻ്റെ കൃഷ്ണൻ അവിടെ എങ്ങനെ ഇരിക്കുന്നത് കണ്ടത്. അങ്ങനെ ആ ഭാഗത്ത്
കൊടികൾ കുറേ ഇരിപ്പുണ്ട്. കുട്ടികൾക്ക് വേണ്ട നോട്ട് പുസ്തകങ്ങൾ, പേനകൾ, പെൻസിലുകൾ, കളറ്, കുട്ടികൾക്കുള്ള കളിപ്പാട്ടങ്ങൾ, നോട്ട് ബുക്കുകൾ, പേനകൾ, പെൻസിലുകൾ എല്ലാം കണ്ടു. ആഹാ, കുട്ടികളെയും കൊണ്ട് വന്നാൽ കുറേ പൈസ പൊട്ടുമെന്ന് മനസ്സിലായി. അങ്ങനെ നേരെ ബേക്കറിയാണ്, മാളിലെ ബേക്കറി, മാളിൽ തന്നെയുള്ള ബേക്കറി, നല്ല ഐറ്റംസാണ്. പിന്നെ ഞാൻ നേരെ മുകളിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലായി. മുകളിലെ സ്റ്റെപ്പുകൾ കയറി മുകളിലോട്ട് പോവുകയാണ്. 2 സെക്ഷനിലാണ്. പിന്നീട് ഞാൻ സ്റ്റെപ്പൊക്കെ കയറി മുകളിലോട്ട് പോയി. അവിടെ വിശാലമായ ഒരു ഹാളാണ്. ജീവനക്കാരൊക്കെ പോകാനുള്ള ഒരു ഒരുക്കത്തിലാണെന്ന് തോന്നുന്നു. വൈകുന്നേരമായി തുടങ്ങി. വിളക്ക് വയ്ക്കുമ്പോഴേക്കും എനിക്ക് വീട്ടിലേക്ക് പോകണം. അപ്പം നിറച്ച സാധനങ്ങൾ ഇവിടെ ഉണ്ട്. ഒക്കെ സ്റ്റീൽ പാത്രങ്ങളാണ് ഒരു ഭാഗത്ത് അടുക്കി വെച്ചിരിക്കുന്നത്. ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ വരുത്തുന്ന നല്ല തെളിച്ചമുള്ള പാത്രങ്ങൾ. എന്തൊരു ഭംഗിയിലാണോ കാണുന്നത്. ഞാനങ്ങനെ അടുത്തുകൂടെ ഒന്ന് നടന്നു. എനിക്കിതിൽ നിന്നും പലതും വേണമെന്നുണ്ട്. പക്ഷെ ഞാൻ എൻ്റെ സ്കൂട്ടിയിലല്ലേ വന്നത്. അപ്പോൾ എങ്ങനെ അത് കൊണ്ടുപോകും? പിന്നീടൊരു അവസരത്തിൽ കാറെടുത്ത് വരാം, എന്നിട്ട് എനിക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങാമെന്ന് ഞാൻ വിചാരിച്ചു. മക്കളെ കൂടി കൂട്ടി വരണം. അപ്പോഴാണ് സെലക്ഷന് ഒരു ഗൗരവമുണ്ടാവുക. അപ്പം ഞാനതൊക്കെ ഇതൊക്കെ വാങ്ങുന്ന അവസരം പിന്നീടിലേക്ക് മാറ്റിവെച്ചു. പിന്നീട് പോയത് എനിക്കിഷ്ടപ്പെട്ട സെക്ഷനിലേക്കാണ്. താലം, ഉരുളി, നിറപറ, ചായപാത്രങ്ങൾ, കുക്കറുകൾ, ഒരു തരം വലയുള്ള കുറേ പാത്രങ്ങൾ, അരിപ്പകൾ, പല തരത്തിലുള്ള വർണ്ണാഭമായ കാഴ്ചയാണ് കേട്ടോ. പല തരത്തിലുള്ള കാസറോളുകൾ, ഇഡ്ഡലി പാത്രങ്ങൾ, അടപ്പുള്ള പാത്രങ്ങൾ. മായാജാലം തന്നെ പാത്രങ്ങളുടെ. അങ്ങനെ ഞാനതൊക്കെ കണ്ട് അങ്ങനെ നടന്നു. എനിക്ക് ശരിക്കും ആസ്വദിക്കാൻ പറ്റുന്നില്ല. കാരണം ഇരുട്ടുമ്പോഴേക്കും എനിക്ക് വീടെത്തണം, വിളക്ക് വയ്ക്കുമ്പോഴേക്കും എനിക്ക് വീടെത്തണം. അതുകൊണ്ട് ഞാനൊന്ന് ഓടിച്ച് പോവുകയാണ്. ഭരണികൾ, മൺപാത്രങ്ങൾ, അതുപോലെ സ്റ്റീൽ പാത്രങ്ങളൊക്കെ അടുക്കി വയ്ക്കാൻ വേണ്ട ട്രേകൾ, പ്ലേറ്റുകൾ, അടപ്പുള്ള പാത്രങ്ങൾ, ചോറൊക്കെ ആക്കി വയ്ക്കാൻ പറ്റുന്ന അടപ്പുള്ള, കറിയൊക്കെ ആക്കി വയ്ക്കാൻ പറ്റുന്ന അടപ്പുള്ള പാത്രങ്ങൾ. ഉമ്മർ ബ്രോ എനിക്കെല്ലാം കാണിച്ചു തരികയാണ്. എല്ലാ ഭാഗവും എനിക്ക് കൊണ്ടുവന്ന് കാണിച്ചു തരികയാണ്. ഞങ്ങൾ കുറേ കാലമായി സുഹൃത്തുക്കളാണ്. അപ്പോൾ അത് കഴിഞ്ഞ് നേരെ ഹാളിൻ്റെ ഏറ്റവും അറ്റത്തേക്ക് എന്നെയും കൊണ്ടുപോയി. അവിടെയുമുണ്ട് ഇഷ്ടം പോലെ പല തരത്തിലുള്ള പാത്രങ്ങൾ, ഭരണി, കിണ്ണങ്ങൾ, കുപ്പി കൊണ്ടുള്ള പ്ലേറ്റുകൾ, പാത്രങ്ങൾ, അടുക്കുകൾ, അലുമിനിയത്തിൻ്റെ പാത്രങ്ങൾ, ചവിട്ടികൾ, വീടിൻ്റെ ഉൾവശത്തേക്ക് റൂമുകളിലേക്ക് വേണ്ട സാധനങ്ങൾ എല്ലാം ഞാൻ കണ്ടു. തലേണ കണ്ടപ്പോൾ അവിടെ ഒന്ന് തല വെച്ച് കിടന്നുറങ്ങാൻ തോന്നി. കാരണം സ്കൂൾ വിട്ട് വന്ന ക്ഷീണമാണ്. ആളുകളൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട് അതിലെയും ഇതിലെയും. അത് കഴിഞ്ഞ് മനോഹരമായൊരു സ്ഥലത്തോട്ടാണ് ഞാൻ പോയത്. എന്തൊരു ഭംഗിയാണ് ഇതൊക്കെ തൂക്കിയിട്ടിരിക്കുന്നത് കാണാൻ. പച്ച പരവതാനി വിരിച്ച പോലൊരു ഫീലിങ്. ഇതെല്ലാം ഗിഫ്റ്റായിട്ട് നമുക്ക് കൊടുക്കാനുള്ളതാട്ടോ. ഏതൊരു ഫംഗ്ഷന് വേണ്ട ഗിഫ്റ്റും ഇവിടെയുണ്ട്. ചെറിയ കുട്ടികൾക്കാവട്ടെ, കല്യാണങ്ങൾക്കാവട്ടെ, മറ്റവസരങ്ങൾക്കൊക്കെയുള്ള ഗിഫ്റ്റ് കൊടുക്കാനുള്ള സാധനങ്ങളാണ് ഈ സെക്ഷനിൽ. അതിൻ്റെ ഒരു ഭംഗിയും സ്റ്റൈലും ഒക്കെ കണ്ട് ഇഷ്ടപ്പെട്ടപ്പോൾ പിന്നീട് എനിക്ക് ഉമ്മർ ബ്രോ കാണിച്ചു തന്നത് കുറേ വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജുകൾ, മറ്റ് സാധനങ്ങളുടെ ഒക്കെ ഒരു ലോകമാണ്. മിക്സികൾ, ഗ്രൈൻഡറുകൾ, ഗ്യാസ് അടുപ്പുകൾ, കുട്ടികൾക്കുള്ള ബാഗുകൾ, കുട്ടികൾക്കുള്ള ചെരുപ്പുകൾ, കുട്ടികൾക്കുള്ള കളിപ്പാട്ടങ്ങൾ, അവരുടെ മറ്റ് സാധനങ്ങൾ ഒക്കെ കണ്ട ശേഷം അടുക്കളയിലേക്ക് വേണ്ട ഉപകരണങ്ങളാണ് പിന്നീട് കണ്ടത്. ചൂല്, മുറം, പ്ലാസ്റ്റിക്കിൻ്റെ കുറേ ഐറ്റംസ്, ബക്കറ്റുകൾ, സ്കൂൾ കുട്ടികൾക്കുള്ള
ഫാഷനബിൾ ബാഗുകൾ, നോട്ട് ബുക്കുകൾ ഒക്കെ അങ്ങനെ കണ്ട് ഹാൾ അവസാനിക്കാനായി. അങ്ങനെ തലയ്ക്കൽ ഉമർ ബ്രോ നിൽക്കുന്നുണ്ട്. ഞാൻ അങ്ങോട്ട് പോയി താഴേക്കിറങ്ങാനുള്ള ഒരു സ്റ്റെപ്പുകളിലൂടെ താഴേക്കിറങ്ങാനുള്ള ഒരുക്കത്തിലാണ്. അങ്ങനെ ഞാൻ താഴത്തോട്ട് ഇറങ്ങി കുറേ മുട്ടായികളൊക്കെ അടുക്കി വെച്ചിരിക്കുന്നത് കണ്ടു. കുറച്ച് മുട്ടായിയൊക്കെ വാങ്ങണമെന്നുണ്ടായിരുന്നു. സമയമില്ലാത്തതുകൊണ്ട് പിന്നീട് വാങ്ങാമെന്ന് കരുതി. അങ്ങനെ ഞാൻ ബില്ലൊക്കെ ചെയ്ത് മാളിൻ്റെ പുറത്തോട്ട് ഇറങ്ങി. സ്റ്റാറ്റസ് മാളിൻ്റെ പുറത്തോട്ട് ഇറങ്ങി. എൻ്റെ സാധനങ്ങളൊക്കെ അവൾ കൊണ്ടുവന്ന് തരാമെന്ന് പറഞ്ഞു. പലതരം കടകളും ഇതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. ഇനി ഓരോന്നായി ഇനിയൊരു സമയം ഞാൻ ഷൂട്ട് ചെയ്യാൻ വരാമെന്ന് പറഞ്ഞ് അവിടെ നിന്നും വീടെത്തി. നല്ല വെണ്ടയ്ക്കപ്പുളിയും ചോറും അച്ചാറും മുതിരയും കുട്ടി ഉണ്ടു. വീഡിയോ എഡിറ്റ് ചെയ്യാൻ ഇതായിരിക്കുന്നു. ഈ സാധനങ്ങളെയൊക്കെ ഒന്ന് അടുക്കി പെറുക്കി വെക്കണം. വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് യൂട്യൂബിലിടണം. പിന്നീട് എനിക്ക് സുഖമായി കിടന്നുറങ്ങണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം കൂട്ടുകാരെ.